സഹോദരങ്ങളെ, വിശുദ്ധ മുത്ബഹായിൽ ശുശ്രൂഷിച്ചവരെ, ഇന്ന് ഈ ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുന്നവരെ, ദൂരെ നിന്നും ഈ ആരാധനയിൽ പങ്കുചേരുന്നവരായ അനുഗ്രഹീതരായ ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും സന്തോഷകാരണവാനായ മശിഹാ തമ്പുരാന്റെ രക്ഷാകരമായ മനുഷ്യാവതാരത്തിലേക്ക് നാം ഓരോ സ്റ്റെപ്പ് അടുക്കുകയാണ് നമ്മുടെ സഭാ കലണ്ടറിലൂടെ. അനേക വർഷങ്ങളിലെ 400 വർഷങ്ങളിലധികമായ ഒരു അഭാവത്തിന് ശേഷം സ്വർഗത്തിൽ നിന്ന് അരുളപ്പാടുണ്ടാകുകയും സഖറിയ പുരോഹിതന്റെ സന്നിധിയിൽ ഗബ്രിയേൽ മാലാഖ വരികയും യോഹന്നാൻ സ്നാപകന്റെ ജനനം സംബന്ധിച്ചുള്ളതായ അറിയിപ്പ് നൽകിയതും നമ്മൾ മുൻ ഞായറാഴ്ചകളിൽ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇന്നത്തെ ദിവസം നാം അതുമായി ബന്ധപ്പെട്ട് തന്നെ അതിന്റെ പൂർത്തീകരണമായ യോഹന്നാന്റെ ജനനത്തെ അനുസ്മരിക്കുന്നതായ ഞായറാഴ്ചയാണ്. ഇതിനിടയിൽ നമ്മുടെ കർത്താവിന്റെ മാതാവായി തിരഞ്ഞെടുക്കപ്പെട്ട കന്യകമറിയാമിന്റെ സന്നിധിയിലേക്ക് ഗബ്രിയേൽ മാലാഖ ചെല്ലുന്നതും, മാലാഖയുടെ അറിയിപ്പനുസരിച്ച് എലിസബത്തിന്റെ ഗർഭത്തെക്കുറിച്ച് കന്യകമറിയാം അറിയുന്നതും, കന്യകമറിയാം എലിസബത്തിന്റെ സന്നിധിയിലേക്ക് യഹൂദ മലനാട്ടിലേക്ക് ഏകദേശം 2-3 ദിവസത്തോളമുള്ള യാത്രയ്ക്ക് പുറപ്പെടുകയും അവിടെ 3 മാസത്തോളം താമസിക്കുകയും ചെയ്തതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച് അവസാനിപ്പിച്ചത്. അതേ അധ്യായത്തിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് വായിച്ച് നാം പൂർത്തീകരിച്ചത്. അതായത് കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ കന്യകമറിയാമിനോട് ഗബ്രിയേൽ മാലാഖ അറിയിക്കുമ്പോൾ പറഞ്ഞത് എലിസബത്തിന് 6-ാം മാസമാണെന്നാണ്. എലിസബത്തിന്റെ സന്നിധിയിലെ കന്യകമറിയാം താമസിച്ചതായിട്ട് നാം കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ച് അവസാനിപ്പിച്ച വാക്യം എന്ന് പറയുന്നത്, മറിയം അവിടെ 3 മാസം താമസിച്ച് അവിടെ നിന്ന് തിരികെ പോന്നു അവളുടെ ഭവനത്തിലേക്ക്. അപ്പോൾ അതായത് എലിസബത്തിന്റെ പ്രസവ സമയത്തും ഈ യോഹന്നാൻ സ്നാപകന് പേരിടുന്നതായ 8-ാം ദിവസവും കന്യകമറിയാമിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ ചിന്തിക്കുന്നത്. ഈ കാലയളവിൽ, അതായത് ഈ 3 മാസത്തോളം കന്യകമറിയാമും എലിസബത്തും ഒന്നിച്ച് താമസിക്കുന്നു. അവര് പ്രാർത്ഥനയിൽ ദൈവം തങ്ങൾക്ക് നൽകിയതായ, രണ്ടുപേർക്കും നൽകിയതായ ആ ഒരു വലിയ ഭാഗ്യത്തെയും വലിയ സ്ഥാനത്തെയും ഒക്കെയും പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തെ ഒക്കെയും ധ്യാനിക്കുകയും വായിച്ച് അത് റീഇൻസ്റ്റേറ്റ് ചെയ്യുകയൊക്കെ എംഫസൈസ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതായ കാലയളവാണ്. അതുകൊണ്ട് തന്നെ ഈ 3 മാസത്തിൽ അവരുമായി ഇടപെട്ടതായ ആളുകൾക്ക് അതൊരു വലിയ അനുഗ്രഹമായിട്ട് തീർന്നു. അതുകൊണ്ട് തന്നെയാണ് എലിസബത്തിന്റെ കുഞ്ഞ് ജനിക്കുന്നതായ സമയത്ത് ഇവരെല്ലാവരും കൂടി വരികയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, സഖറിയ പുരോഹിതനോട് നീ ഇത് സംഭവിക്കുന്നത് ഈ നാൾ വരെയും മൗനിയായിരിക്കുമെന്നാണ് പറഞ്ഞത്. എങ്കിൽ പോലും നാം ഇതിൽ നിന്ന് വായിച്ചെടുക്കുന്നത് അദ്ദേഹം ബദിരനുമായിരുന്നു എന്നുള്ളതാണ്, അല്ലെ? കേൾക്കാൻ സാധിക്കില്ലായിരുന്നു. കാരണം ഇവർ ആംഗ്യം കാണിച്ചാണ് അവരോട് സഖറിയാവിനോട് സംസാരിക്കുന്നത്. അപ്പോ കർത്താവിന്റെ സന്നിധിയിൽ നിന്നുള്ളതായ ഗബ്രിയേൽ മാലാഖയുടെ വചനത്തെ അനുസരിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സംശയിച്ചത് കൊണ്ടോ ആചാര്യനായ സഖറിയായിക്ക് ഒരു അടയാളമായി അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പായി, ഒരു ശിക്ഷയായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാം. അവൻ ബദിരനും മൂകനുമായിട്ടിരിക്കുകയാണ്. അതേ സമയത്ത് കർത്താവിന്റെ അമ്മ ഈ സമയത്തൊക്കെയും ഈ 3 മാസവും ഇവിടെ എലിസബത്തിനോട് ചേർന്ന് നിന്ന് അവർ പരസ്പരം തങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തുന്നു. എലിസബത്തിന് നൽകാൻ കഴിയുന്നതായ വലിയ വലിയ ഉപദേശങ്ങൾ തൻ്റെ പ്രായത്തിലൂടെയും പരിചയത്തിലൂടെയും അവൾ നേടിയെടുത്തതായ ഒരു പുരോഹിത പത്നി എന്നുള്ള നിലയിൽ അവൾക്കുള്ളതായ ആ എല്ലാ അനുഭവജ്ഞാനവും കന്യകമറിയാമുമായിട്ട് പങ്കിടുന്നു. കന്യകമറിയാം നമുക്കറിയാം കേവലം ഒരു ടീനേജ് ഗേളാണ്. അവളുടെ ജീവിതത്തിൽ വന്നതായ ഒരു വലിയ മാറ്റം, ആ മാറ്റത്തെ ഉൾക്കൊള്ളുവാനും ദൈവം അവളിലൂടെ ചെയ്തതായ ആ വലിയ രക്ഷയുടെ പ്രവൃത്തിയെ ഉറപ്പിക്കുവാനും എലിസബത്തിന് കഴിഞ്ഞു. അല്ലെങ്കിൽ എലിസബത്തിന്റെ കൂടെയുള്ള കാലം കൊണ്ട് കന്യകമറിയാമിന് സാധിച്ചു. നാം ഇവിടെ വായിക്കുന്നതായ യോഹന്നാൻ സ്നാപകന്റെ ജനനം, ജനിച്ചു കഴിയുമ്പോൾ ന്യായപ്രമാണം അനുസരിച്ച് 8-ാം ദിവസം അവന് പേരിടുന്ന ചടങ്ങാണ് നടക്കുന്നത്. അവിടെ യോഹന്നാന്റെ പേര് ആദ്യമേ അവന്റെ ഫാമിലിയുള്ള മറ്റൊരു പേര് സഖറിയ എന്ന് തന്നെ ഇടുന്നു. എന്നാൽ അതല്ല വേണ്ടത്, യോഹന്നാൻ എന്ന് പേരിടണമെന്ന് എലിസബത്ത് നിർബന്ധിക്കുമ്പോൾ അവര് അത് പരിചിതമല്ലാത്തൊരു പേരെന്നുള്ള നിലയിൽ സഖറിയാവിനോട് ചോദിക്കുന്നു. സഖറിയാവ് എഴുത്തുപലക ചോദിക്കുന്നു. അതിൽ എഴുതി
കാണിക്കുന്നു യോഹന്നാൻ. എഴുതുക മാത്രമല്ല, അതവന് വായിക്കാനും സാധിച്ചു. അവിടെയാണ് നാം വായിക്കുന്നത്, ജനമൊക്കെയും ഇത് കണ്ട് മാർവൽഡായി, അവർക്കത് അതിൽ അതിശയിച്ചു. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഉടനെ അവർ വായും നാവും തുറക്കപ്പെട്ട് അവൻ സംസാരിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. നമ്മള് കന്യകമറിയാമിന്റെ ഒരു സ്തുതിപ്പ് കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചു കേട്ടു അല്ലെ? കന്യകമറിയാമിനോട് എലിസബത്ത് പറയുമ്പോൾ, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായെന്ന് പറയുമ്പോൾ, അതിന് മറുപടിയായിട്ട് കന്യകമറിയാം ഒരു വലിയ പാട്ടാണ് പാടുന്നത്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. ഇസ്രായേലിലൂടെ ഉള്ളതായ ദൈവത്തിന്റെ രക്ഷ, തന്നിലൂടെ നൽകപ്പെടുന്നതായ തന്റെ വിനയത്തെ, താഴ്മയെ കണ്ട് കടാക്ഷിച്ചവനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ളതായ ഒരു പാട്ട്. ഇവിടെ സക്കറിയാവിന് അന്നു മുതൽ മൗനിയായതുകൊണ്ട് പാടാൻ പറ്റിയില്ല. അവന്റെ നാവ് അഴിഞ്ഞത് ഇപ്പോഴാണ്. നാവ് അഴിഞ്ഞപ്പോഴേ അവൻ പാട്ട്, അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്. സക്കറിയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. സീ ദ ഫസ്റ്റ് സെന്റൻസ്. അവന്റെ 9 മാസത്തെ ആ ഒരു തടവിന് ശേഷം എന്ന് പറഞ്ഞാൽ ആ ഒരു ലിമിറ്റേഷന് ശേഷം ആദ്യമായിട്ട് നാവ് തുറക്കുമ്പോൾ യോഹന്നാന്റെ പേര് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൻ ഇമ്മീഡിയറ്റ്ലി ഹീസ് പ്രൈസിങ് ഓർ ഗ്ലോറിഫൈങ് ദ ലോർഡ്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷ പ്രവർത്തിക്കുകയും നമ്മുടെ ശത്രുക്കളിൽ നിന്നും സകല വിരോധികളുടെ കയ്യിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുന്നതാണെന്ന് ആദ്യം മുതലുള്ളതായ തന്റെ ദീർഘദർശിമാർ മുഖാന്തരം അരുളിച്ചതിലുള്ള പ്രകാരം തന്റെ ദാസനായ ദാവീദിന്റെ കുടുംബത്തിൽ നമുക്കായി രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അവൻ കരുണ ചെയ്തു. നാം നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷ പ്രാപിച്ച് ആയുഷ്കാലം മുഴുവൻ നീതിയോടും ന്യായത്തോടും കൂടെ തിരുസന്നിധിയിൽ നിർഭയം സേവനം ചെയ്യുവാൻ നമുക്ക് സംഗതി വരുത്താമെന്നുള്ള തന്റെ വിശുദ്ധ നിയമങ്ങളെയും നമ്മുടെ പിതാവായ അബ്രഹാമിന് ചെയ്തിട്ടുള്ള ശബ്ദങ്ങളെയും അവൻ ഓർത്തുമിരുന്നു. അതായത് പല പ്രാവശ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, രക്ഷ, വീണ്ടെടുപ്പ്, ഭയം കൂടാതെയുള്ള ജീവിതം, ഇതൊക്കെയുമാണ് അവിടെ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പുരാതന കാലം മുതൽ ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളതായ ഒരു ജീവിതവും. നമുക്ക് ഓർമ്മയുണ്ട്, ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം നാം എന്നെ കാണുന്നു. ഞാൻ യാക്കോബിനോടുള്ള എന്റെ നിയമം ഓർക്കും, ഇസ്ഹാക്കിനോടുള്ള എന്റെ നിയമവും അബ്രഹാമിനോടുള്ള എന്റെ നിയമവും ഞാൻ ഓർക്കും, ദേശത്തെയും ഞാൻ ഓർക്കും. ദൈവം ഒരു മറവിക്കാരനല്ല. പുരാതന കാലത്ത് നമ്മുടെ പിതാക്കന്മാരോട് നൽകിയതായ വാഗ്ദാനങ്ങളെ ഓർക്കുന്നവനാണ് ദൈവം. ഒരിക്കൽ ശലോമോനോട് പറയുന്നുണ്ട്, അവനെ ശിക്ഷിക്കാതിരിക്കുന്നത് അവന്റെ അപ്പനായ ദാവീദിനോട് ചെയ്തതായ കവന്റെ ഓർത്തിട്ടാണ്, ശബ്ദം ഓർത്തിട്ടാണ്, പ്രതിജ്ഞ ഓർത്തിട്ടാണ്. അപ്പോ ദൈവം ഈ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനും ചെയ്തതായ ആ അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു പ്രോമിസ്, വാഗ്ദാനം, അതും പ്രകാരം ഇത് നിറവേറ്റപ്പെട്ടിരിക്കുന്നു. മറിയാമും പാടിയപ്പോൾ അത് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഇവിടെ ഇതാണ് എടുത്തെടുത്ത് പറയുന്നത്, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ്, പാപത്തിൽ നിബന്ധിച്ചു പോയതായ മനുഷ്യന്റെ രക്ഷ, നിർഭയമായിട്ട് സാത്താനെയോ ലോകത്തിലെ ശക്തികളെയോ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ജീവിതം, തിരുസന്നിധിയിൽ നിർഭയം സേവനം ചെയ്യുവാൻ നമുക്ക് സംഗതി വരുത്താമെന്നുള്ളതായ തന്റെ വിശുദ്ധ നിയമങ്ങൾ, അതിനെയൊക്കെയും അവൻ ഓർത്തിരുന്നു. എന്നിട്ട് കുഞ്ഞിനോട് പറയുകയാണ്, പൈതലേ, നീ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. സമാധാന മാർഗത്തിൽ നമ്മുടെ പാദങ്ങളെ ശരിയാക്കുവാൻ വേണ്ടി അന്ധകാരത്തിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം നൽകുവാനായി ഏതോന്നിനാൽ ഉദയം നമ്മെ ദർശിച്ചുവോ, ആ ദൈവത്തിന്റെ കാരുണ്യാതിരേകത്താൽ ജനത്തിന്റെ പാപമോചനം മൂലം രക്ഷയെക്കുറിച്ചുള്ള പരിജ്ഞാനം നൽകേണ്ടതിന് കർത്താവിന് മുമ്പേ വഴിയൊരുക്കുവാൻ നീ പോകും. തന്റെ കുഞ്ഞിനെ കുറിച്ചുള്ളതായ പ്രവചനമാണ് സക്കറിയാവ് ബൈ ഹിംസെൽഫ് പറയുന്നതല്ല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സക്കറിയാവ് പറഞ്ഞത്. അപ്പോ അതുകൊണ്ടാണ് ആളുകൾ ചിന്തിച്ചത്, ഈ പൈതൽ ആരായി തീരും? ഇത്രത്തോളം വലിയൊരു ഇന്റർവെൻഷനാണ്, ഡിവൈൻ ഓർ ഹെവൻലി ഇന്റർവെൻഷനാണ് നടന്നിരിക്കുന്നത്. നമുക്കറിയാം, രഹസ്യമായിട്ടല്ല, മറിച്ച് പരസ്യമായിട്ട് തന്നെ ദേവാലയത്തിൽ വെച്ചാണ് സക്കറിയാവിന്റെ സന്നദ്ധിയിൽ ഗബ്രിയേൽ മാലാഖ വരുന്നത്. അത് എല്ലാവരും സാക്ഷികളാണ്. കാര്യം ഇതിനകത്താണെങ്കിൽ പോലും
അവൻ പുറത്തേക്ക് വരുന്നതായ സക്കറിയാവിന്റെ ഭാവവും അവന്റെ മൗനവും അവന്റെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഒരു വലിയ സാക്ഷ്യമായിട്ടാണ് യോഹന്നാൻ സ്നാപകന്റെ ജനനത്തിന് അറിയിപ്പ് നൽകപ്പെടുന്നത്. ഈ നാളുകളൊക്കെയും അതിന് അടയാളമായിട്ട് അവൻ മൗനിയായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഇവന് സംസാരിക്കുകയും ചെയ്യും. അപ്പോ ഒരു 9 മാസം കൊണ്ട് വന്ന മാറ്റം ഒന്ന് ആലോചിച്ച് നോക്കി. 9 മാസത്തിന് മുമ്പ് സക്കറിയാവ് സാധാരണ ഒരു പുരോഹിതൻ, എലിസബത്ത് സാധാരണ ഒരു പുരോഹിത പത്നി. അവര് പ്രായം ചെന്ന് നല്ല ആളുകളാണ്, പക്ഷെ മക്കളില്ല. അവര് ആ ഒരു കാര്യത്തില് ദുഃഖിതരാണ്. ജനങ്ങൾ പലരൊക്കെ അവരെ കളിയാക്കും, അല്ലെങ്കിൽ അവരെ മോശമായിട്ട് കാണും. പക്ഷെ അതിൽ നിന്ന് ഒരു 180 ഡിഗ്രി തിരിഞ്ഞു. ഈ 9 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ഇതാ സക്കറിയാവ് യുവത്വം പ്രാപിച്ചിരിക്കുന്നു. അവൻ കുഞ്ഞിന്റെ പിതാവാണ്. ഇപ്പോൾ അവൻ്റെതായ ഉത്തരവാദിത്തം നിർവഹിക്കാനുണ്ട്. എലിസബത്ത് പ്രസവിക്കുന്നു. അവൾക്ക് ഒരു പുതിയ ആദ്യമായിട്ട് പ്രസവിച്ച അമ്മയുടേതായ എല്ലാ എനർജിയും എല്ലാ എക്സൈറ്റ്മെന്റോടു കൂടിയാണ് അവരൊരു വർഷങ്ങൾ പുറകോട്ട് മാറിയവർ. അപ്പോ ഈ ഒരു വലിയ മാറ്റം അവരുടെ ജീവിതത്തിൽ ദൈവം നൽകി. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ കാലാവധി, അല്ലെങ്കിൽ ദൈവം ഓരോന്നിനും നിശ്ചയിക്കുന്നതായ കാലാവധിയും ഓരോ സമയവുമുണ്ട്. അത് വൈകിപ്പോയെന്നോ നേരത്തെ ആയെന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നത് ശരിയല്ല. ചിലര് ചെറുപ്പത്തിൽ നമ്മിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ചിലർ എഴുതാറുണ്ടല്ലോ, അൺടൈംലി ഡിപ്പാർച്ചർ, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ മരണം. ഇതൊക്കെ നമുക്കാണ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് ശരിയാണ്. നമ്മളുടെ പ്രതീക്ഷ അനുസരിച്ച് എല്ലാവരും ഒരു 70, 80, 90 ആയിട്ടാണ് മരിക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മുടെ ആഗ്രഹം, അല്ലേ? പക്ഷേ ദൈവത്തിന്റെ സന്നിധിയില് ഇതൊന്നും അപ്രതീക്ഷിതമല്ല. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ സർപ്രൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ദൈവത്തിനെ നമുക്ക് സർപ്രൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഹി നോസ് ഇറ്റ്, എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരാളുടെ മരണത്തെക്കുറിച്ച് അൺടൈംലി എന്ന് പറയരുത്. അപ്പോ ജനനവും അതുപോലെ തന്നെയാണ്. ജനിക്കുന്നതും നമുക്ക് അങ്ങനെ ഒരു ഇപ്പൊ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞിട്ടാണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊന്നും അല്ല. ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്താണ് അത് സംഭവിക്കുകയുള്ളൂ. അപ്പോ ദൈവികമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ഈ ലോകത്ത് ഓരോ കാര്യത്തിൽ ഇടപെട്ട് വരുമ്പോൾ, ഇപ്പോഴത്തെ ഈ സാംക്രമിക രോഗം തന്നെയും ദൈവത്തിന്റെ ഇടപെടലായിട്ട് മനസ്സിലാക്കി നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ശക്തീകരിക്കുവാനുള്ള വിളിയാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനാണ് ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്വം. നമ്മൾ പ്രവർത്തിക്കുന്നത് ആവശ്യമാണ്. അതിനാവശ്യമായ മരുന്നുകൾ, വാക്സിൻ കണ്ടുപിടിക്കാനായിട്ട് അതിനാവശ്യമായ റിസർച്ചുകളും അതിനാവശ്യമായ സ്റ്റഡീസും ഒക്കെയും ആവശ്യമാണ്. അതിനാവശ്യമായ ജ്ഞാനം നൽകേണ്ടതും ദൈവമാണ്. ഇത് ലോകത്ത് എത്രത്തോളം വൈറസുകളോ ബാക്ടീരിയകളോ ഒക്കെ ഉണ്ടെന്നുള്ളതിന് ആരും തിട്ടപ്പെടുത്തിയിട്ടൊന്നുമില്ല. പലരും ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ പറയുന്നത്, ചില ആളുകൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഡയഗ്നൈസ് ചെയ്തില്ല എന്നൊക്കെ പറയില്ലേ. അപ്പൊ അവരെന്നെ സമ്മതിക്കാറുണ്ട്, നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ പല സാധനങ്ങളും ഇതിനകത്തുണ്ട്, പലതും ആക്റ്റീവ് അല്ലെന്നേ ഉള്ളൂ, അല്ലേ? ഏറെയും കുറഞ്ഞ തോതില് പല ബാക്ടീരിയകളും ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ നമ്മുടെ ശരീരത്തിലുണ്ട്. പക്ഷേ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവുന്ന സമയത്ത് അതിന്റെ അറ്റാക്ക് വരുമ്പോഴാണ് അതിൽ വിധേയരായി പോകുന്നത്. അപ്പോ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളത് തന്നെയാണ് ആരോഗ്യമായ ഒരു ജീവിതം നയിക്കുക, ആരോഗ്യമായ ഒരു ശരീരം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും നല്ല ഒരു പ്രതിവിധി എന്ന് പറയുന്നത്, ഒരു മുൻകരുതൽ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്നതായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ലോകത്തിനെല്ലാം. നമ്മൾ നിലമറന്ന് ജീവിക്കുകയും ദൈവത്തെ മറന്ന് ഓടുകയും ചെയ്തതായ ഞാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യജാതി സകലരും, അവര് ദൈവമില്ലാത്ത ഒരു ലോകം അങ്ങനെ കണ്ട് ജീവിക്കുന്നതായ പല രാജ്യങ്ങളും മുന്നോട്ട് കടന്നു വന്നു. മതമില്ലാത്ത രാജ്യങ്ങളാണ് കൂടുതൽ സന്തുഷ്ടം എന്ന് ഉള്ള പ്രചരണമായി. അല്ലെങ്കിൽ ക്രിസ്തീയ രാജ്യങ്ങളാണെങ്കിൽ പോലും അത് ലിബറലൈസ് ചെയ്ത് എന്തുമാവാം എന്നുള്ള സാഹചര്യത്തിലേക്ക് വന്നു. വേദപുസ്തകമൊക്കെ പലരും ഔട്ട്ഡേറ്റഡ് ആണെന്നുള്ള ചിന്തയിലേക്ക് വന്നു. അങ്ങനെ ദൈവത്തെക്കാൾ ഉപരി, അതായത് ദൈവം വെച്ച ലിമിറ്റുകൾ അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. നമുക്ക് പുതിയ നിയമങ്ങൾ വെക്കാമെന്നുള്ള നിലയിലേക്ക് വരുമ്പോൾ പ്രകൃതിക്കും ദൈവത്തിനും ഒക്കെ ഓരോ
ഇതിനൊരു സിസ്റ്റം ഉണ്ടല്ലോ, റീവിസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മളെ കമ്പ്യൂട്ടർ ചെയ്യണ പോലെ സിസ്റ്റം എന്നാ പറയുക റീബൂട്ട് ചെയ്യുക, അപ്പോൾ അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യുക, ചില കാര്യങ്ങളൊക്കെ വേണ്ടി വരും. നമ്മളതിൽ പരിഭവിച്ചിട്ട് കാര്യമില്ല. നമ്മൾ മേ ബി വി ഹാഡ് ഗോൺ ടു മച്ച്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മിലുള്ള കുറവെന്ന് മനസ്സിലാക്കി ആ കാര്യങ്ങൾക്ക് ഒരു വിടുതൽ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ വിഷയത്തിൽ തിരികെ വരട്ടെ. യോഹന്നാൻ സ്നാപകന്റെ ജനനം അതൊരു വലിയ ഒരു ഇമ്പാക്റ്റ് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാക്കി. അതുകൊണ്ടാണ് കർത്താവിന്റെ ജനനത്തെ കുറിച്ചുള്ളതായ ഇൻഫൻസി നറേറ്റീവിന് മുമ്പ് തന്നെ ലൂക്കോസ് ഈ യോഹന്നാന്റെ സ്നാപകന്റെ ജനനത്തെ കുറിച്ച് തന്നെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നത്, അല്ലേ? മറ്റാരുടെയും കാര്യത്തെ കുറിച്ച് ഇത്രയും പറഞ്ഞ കാര്യമില്ല. ഇത് സക്കറിയാവിന് കിട്ടുന്ന അടലപ്പാട് മുതൽ ഉള്ള ആ ഒരു സീക്വൻസും സീരീസും ഇതൊക്കെയും ലഭിക്കുന്നതും മാതാവിലൂടെയാണ് ലൂക്കോസിൽ ലഭിക്കുന്നത്, അല്ലേ? കാരണം മാതാവ് ഈ നാളുകളിലൊക്കെ എലിസബത്തിൻ്റെ അടുത്തുണ്ട്. ഇതെങ്ങനെയാ സംഭവിച്ച കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെയും എലിസബത്തിൽ നിന്ന് തന്നെ നേരിട്ട് അല്ലെങ്കിൽ സക്കറിയാവിൽ നിന്നും ആയിട്ട് മാതാവ് ലഭിച്ചിട്ടുണ്ട്. മാതാവിൽ നിന്ന് ലൂക്കോസ് ലഭിക്കുകയും ലൂക്കോസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ യോഹന്നാന്റെ ജനനം തന്നെ പ്രധാനപ്പെട്ടതാണ് പുതിയ നിയമ അതായത് ക്രൈസ്തവർക്ക്. അങ്ങനെ യോഹന്നാന്റെ ഒരു തുടക്കത്തിൽ നിന്നുകൊണ്ട് വേണം കർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. കർത്താവിന്റെ മിനിസ്ട്രി, അതുകൊണ്ടാണ് പാതി ഒരുക്കാൻ വന്നു ഫോറിനർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്, മുന്നോട്ടക്കാരൻ. അപ്പോ കർത്താവിന്റെ മിനിസ്ട്രിക്ക് ഒരു പ്രിപ്പയർഡ് ആയിട്ടുള്ളതായ ഒരു പാത, ഒരു ജനത്തെ മാനസാന്തരത്തിലേക്ക് തിരിക്കുവാനുള്ളതായ ശക്തമായ ദൗത്യമായിരുന്നു യോഹന്നാൻ സ്നാപകൻ ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കട്ടെ. യോഹന്നാൻ സ്നാപകൻ ആ ദൗത്യം ശരിയായിട്ട് മനസ്സിലാക്കി, അതിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായിരുന്നു, അവൻ അതനുസരിച്ച് ജീവിച്ചു. നമ്മൾ ഇന്ന് വായിച്ച് അവസാനിപ്പിച്ച ഇങ്ങനെയാണ്: പൈതൽ വളർന്ന് ആത്മാവിൽ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. അതാണ് ചെറുപ്പത്തെ കുറിച്ച് പറഞ്ഞത്. ഇമ്മീഡിയറ്റ്ലി പോകുന്നത് അവൻ ഇസ്രായേലിന്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ട നാൾ വരെയും വിജന പ്രദേശത്ത് താമസിച്ചു. അപ്പോൾ നമ്മൾ ഹെബ്രോൻ മലകൾ ഓർക്കുന്നുണ്ട്. യഹൂദ മലനാടുകൾ നിങ്ങൾ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇസ്രായേലിന്റെ സൗത്തിലാണ്, യെരുശലേം സൗത്തിലായിട്ടാണ്. അവിടെ ഒരു ഭാഗത്താണ് മഴ കൂടുതൽ ലഭിക്കുന്നത്, മറുഭാഗത്ത് അധികം മഴ ലഭിക്കില്ല, ആ മലയുടെ. അപ്പൊ ആ മഴ ലഭിക്കാത്ത ഭാഗം കുറച്ചൊരു വിജനപ്രദേശമായിട്ട് കുറച്ചൊരു മരുഭൂമി എന്ന് വേണം വിളിക്കാം. അതുകൊണ്ടാണ്, അല്ലാണ്ട് സഹാറ മരുഭൂമിയുള്ള പോലൊരു മരുഭൂമി അല്ല അവിടെ ഉള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും വിജന പ്രദേശം എന്ന് ഓർത്താൽ മതി. അവിടെ ആളുകൾ അധികം താമസിക്കുന്നില്ല, അവിടെ മഴ കുറവാണ്, ഫെർട്ടിലിറ്റി കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ഭാഗത്താണ് മാറി. നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ യോഹന്നാൻ സ്നാപകൻ താമസിച്ച എൻഗരി എന്ന് പറയുന്ന സ്ഥലം, ആ ഭാഗത്തൊക്കെ എൻഗരിയും അവിടെയൊക്കെ. അപ്പോ അവൻ മാറി താമസിച്ചു. പ്രായമായതിനു ശേഷമാണ് ഈ ശക്തമായ ബോധ്യത്തോടുകൂടെയും ശക്തമായ ദൂതോടും കൂടിയാണ് അവൻ ഈ ഇസ്രായേൽ ജനങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അത് ഏത് അധികാര സ്ഥാനത്തിരിക്കുന്നവനെയും ചോദ്യം ചെയ്യാനുള്ളതായ ശക്തി അവന്റെ ശബ്ദത്തിനുണ്ടായിരുന്നു. അവന്റെ ധാർമ്മിക ബോധം, ശക്തമായ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിലെ അനീതിക്ക് എതിരായിട്ട് ശക്തമായ നിലപാടെടുക്കാനായിട്ട് യോഹന്നാൻ സ്നാപകന് സാധിച്ചു. എൻ്റെ വാക്കുകൾ വിസ്മരിക്കട്ടെ. ഈ പാൻഡമിക്കിന്റെ ഇടയിൽ കൂടുതൽ നേരം ഇത് കേൾക്കും.